ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്ന ശിക്ഷ ഇവിടെ വരണം. എന്നാലും അത് കൈവെട്ടണം, കാല് വെട്ടണം, അതിനൊക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എന്റെ കുഞ്ഞാമ്മയെ സഹിക്കുമോ? എനിക്ക് താമരശ്ശേരി മാമയാ. ഞാൻ പോയില്ല താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിച്ചത് കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നത്? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കട്ടെ, ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത് ചൂരവടി കൊടുക്കണം. ടീച്ചർമാരെ ഈ ചൂരവടി കാണണം. അല്ലാതെ ഈ ഡോക്ടർ നന്നാകാൻ പോകുന്നില്ല. അതെ, എവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ. അർഹതപ്പെട്ട കടി കൊടുത്ത് തന്നെ വളർത്തണം. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തണം. രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം. സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നതാണ്. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? ആരെ പഠിച്ച് ജയിലാക്കിയിട്ടോ ചില ചെറുപ്പക്കാരുള്ളത്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുചേർത്തില്ല. ഒരു രാഷ്ട്രത്തിലും ഒരു മതത്തിലുമില്ല. ഇത് ശരിയല്ലേ ചെയ്യുന്നത്? അത്രയുള്ള എനിക്ക് പറയാം. എനിക്ക് പറയാനില്ല. കണ്ണീരാണ് ആ കുട്ടി. എന്റെ കുട്ടിയാന്ന് ഞാൻ കരയില്ലേ? എന്റെ കുട്ടിയാന്ന് ഞാൻ സമ്മതിക്കോ? അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാൻ വന്നത്. എനിക്ക് ശരിയല്ലേ? ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിട്ട് ഈ കേരളം നന്നാകും. സ്നേഹിതനാണ് ഇവൻ ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വന്തം സ്നേഹിതനാണ്. കഴിഞ്ഞ ഫോട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു. വലിയ ഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫോട്ടോ കണ്ട സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി. എൻ്റെ വീട്ടിൽ വന്നു, ചായ കുടിച്ചു, സൽക്കാരം കഴിഞ്ഞ് പോയ കുട്ടി ഇന്ന് അവൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലുതായി വന്നപ്പോൾ ഒരു എന്താ പറയുക, ഒരു കൊലയാളിയായി മാറുക ചെയ്യുന്നു. അത് സമൂഹം, അതായത് അവൻ്റെ പേരൻസ് ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ സാഹചര്യം ഒരുക്കി കൊടുത്ത് അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർഷം അവർ എക്സാം എഴുതണ്ട എന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ആക്ട് പ്രയോഗിച്ച് ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും കോടതിയിൽ കേസ് വാദിച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു വേദന, ഒരു മുറിവായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. മാനത്തെ കോടതിയും ഭാര്യയും ഞാനും വളരെയേറെ ഒന്നുകൂടി ഡൗൺ ആയതാണ്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ തന്നെ ഒരു നീതി കിട്ടും. അതും നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനാണ് കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഈ വർഷമല്ല അടുത്ത വർഷം ഒരു എക്സാം എഴുതിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് സമാധാനിക്കാം. ഇതല്ല. ഈ നീതിപീഠത്തിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നത്. ഇനിയും മുന്നോട്ട് തുടർന്ന് എങ്ങനെയാവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല. വലിയ പ്രതിഷേധമാണ് അവിടെ വരുന്നത്. എന്ത് പ്രതിഷേധമായി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷ ഒരുക്കി അവർ പരീക്ഷ എക്സാം എഴുതാൻ പോവുക. എൻ്റെ മകന് ഹോൾ ടിക്കറ്റ് അൽമാരയിൽ വെച്ച് ഇന്ന് അണിഞ്ഞൊരുങ്ങി മകനാണ്. അത് കാണുമ്പോൾ ഏതൊരു രക്ഷിതാവിനെ നെഞ്ചു പൊട്ടു. ഇന്ന് ഈ ആവർത്തനം നടന്നതുകൊണ്ട് ഇനി ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് ഒരു തടയിടാൻ വേണ്ടി ഈ വർഷം അവർ എഴുതണ്ട ഒരു സസ്പെൻഷൻ ആയതുകൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാവുമായിരുന്നു. ഇതല്ല. കേസിൽ പ്രതി ചേർക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. അതിന് എന്തെങ്കിലും വിവരമുണ്ടോ? തീർച്ചയായിട്ടും മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ പ്രതിൻ്റെ മകനാണ് എന്നറിഞ്ഞിട്ട് പോലും ഇവർ ഇന്ന് എക്സാം എഴുതാൻ ഇത്ര അത് കാണിക്കണമെങ്കിൽ ഇതിലെന്താണ് അർത്ഥം എന്ന് ഞാൻ ചോദിക്കും.